കാച്ചായിന് വെള്ളക്കത്തിന് നേരത്തെ എടുത്ത് വെച്ചോട്ടോ. ഉസ്താദിന്ന് ജയിലിൽ നിന്ന് ഇറങ്ങാ. ശരി, എന്റെ മോളെന്ന് ശിവന്റെ അമ്പലത്തിൽ ആളിരിക്കണ പോലെ. കുറച്ച് ദിവസം ഇവിടെ നിന്ന് മാറി പഠിക്കും. വീടൊക്കെ ഒരുമാതിരി പൂരപ്പറമ്പ് പോലെ. ഇതാരും ഇവിടെ എടുത്തുകൊണ്ട് വെച്ചു. ഇതൊക്കെ കിടന്ന കാലം മറന്നുപോയി. ഇവിടെ കിടക്കട്ടെ. ആരെങ്കിലും കണ്ടാവോ? അങ്ങോട്ട് പോട്ടെ. വാടക കൊടുത്തില്ല ഇയാൾക്കൊക്കെ ഒന്ന് ഇറക്കി ക്ലീൻ ചെയ്താ. ഇതാണ് ഇവിടെ കൊണ്ടിട്ടെ. ക്ലീൻ സിറ്റി എന്നുള്ള ഇമേജ് മാത്രമേ ഉള്ളൂ. അമ്പലം പിടിച്ച് ഒരുമാതിരി ശവക്കോട്ട പോലെ. കൂട്ടിന്റെ ഉള്ളിൽ വേറെ പൂട്ടിട്ടുന്നു അവനെ. അതെ വന്നോ? ഉസ്താദ് ജയിലിൽ നിന്ന് ലാൻഡ് ചെയ്യണ ദിവസാ. നേരെ ഇങ്ങോട്ടാ വരിക? അതെനിക്കറിയില്ല. ഏതായാലും 1-2 കേസ് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങ് വരുള്ളൂ. സൈനബാ, ഏതാ പുതിയ കക്ഷി? നമ്മുടെ ഇളയപ്പാട് മോളാ ഐഷ. മലപ്പുറത്താ. ആണോ? കൊള്ളാട്ടോ. ഇതെന്താ ഇങ്ങനൊരു ബോർഡ്? വക്കീലാണോ ഇവിടെ താമസിക്കണേ? വക്കീലല്ല, വക്കീലന്മാർക്കും പോലീസുകാർക്കും ജോലി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാ. ഇന്നെന്ന് ബോർഡ് കണ്ട ഉസ്താദ് ജയിലിലായിരിക്കും, അവിട്ടെന്ന് ബോർഡ് കണ്ട ഉസ്താദ് വെളിയിലായിരിക്കും. ഈ വലിയ വലിയ VIP ഒക്കെ അകത്തും വെക്കും പുറത്തും വെക്കും ബോർഡേ. എന്താ ഈ കാട്ടണേ? അത് മണിയന്റെ ഒരു സൂക്കേടാ. തല്ല് കിട്ടാഞ്ഞിട്ടുള്ള സോക്കേടാ. ചെറുപ്പത്തിലെ കണ്ണിന് പറ്റിയൊരു തകരാറാ. ഡോക്ടർമാര് പറഞ്ഞ ഈ അസുഖത്തിന്റെ പേര് കൺസൈസ്റ്റോളജി എന്നാ. ഇതിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ പോലീസുകാരും നാട്ടുകാരും ശരിക്കും പെരുമാറി. ഇപ്പൊ പരിപൂർണായി. ഇപ്പൊ ഈ കാണിക്കുന്നത് കാര്യത്തിനാണോ തമാശക്കാണോ ആർക്കറിയില്ല. എനിക്കറിയില്ല. എന്താ ചെയ്യാ? പേടിയിൽ പിടിപ്പത് പണിയുണ്ട്. നമ്മൾ പോട്ടെ. ശരി. പിന്നെ ഈ മലപ്പുറത്തുകാരിയെ ശരിക്കും ഒന്ന് പരിചയപ്പെടണമായിരുന്നു. ഇപ്പൊ കാണിച്ചാല് കാര്യമില്ലായി ഇല്ലാട്ടോ. ഹലോ, സോൾവ് ചെയ്യട്ടോ. വണ്ടി മാറ്റി കൊണ്ടുപോടാ. ഹലോ, എന്താണ് നല്ല നട്ടുള്ള കാലത്ത്? അസനിക്കോ 2 ചായ. ബാപ്പാ, ഇത് ആരാ വന്നിരിക്കുന്ന നോക്കി? അല്ല, ആര് തച്ചുട്ടിയോ? അല്ലടോ, യാന വലിയാരും വലിയല്ലോ. അനക്ക് അവിടുന്ന് നേരത്തിനും കാലത്തോളം തിന്നാനും കുടിക്കാനൊന്നും കിട്ടല്ലേ? മോളെ നോക്കിക്കണ്ട. പോത്തറച്ചി മോളത്തേക്ക് എടുത്തു കൊടുക്കും. എനിക്ക് വേണ്ടക്ക, എനിക്കിപ്പോ ഒരു ചായ മതി. അതെന്ത് പറ്റി? പോത്തറച്ചി എനിക്ക് ജീവനയില്ലോ. ജയിലിൽ പോയപ്പോ അതൊക്കെ ചടച്ചു പോയോ? ഓൻ അതും ഇതൊക്കെ പറയും. നോക്കിക്കണ്ട് എടുത്തു കൊടുക്കും മോളെ. ചെല്ലി. എന്റെ കാര്യം മറക്കരുത്. വിശക്കുന്ന ഒരു വയറിന്റെ ഉടമസ്ഥനാണ് ഞാൻ. അല്ല മോനെ, ഓലെന്നെ തല്ല് കുത്തിട്ട് ചെയ്തോ? ഇല്ല. ഉസ്താദിന് അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എവിടെ ചെന്നാലും VIP ട്രീറ്റ്മെന്റ്. ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. ഇങ്ങക്ക് ഇപ്പൊ കൊണ്ടുവരാം. ദാ കഴിച്ചോളി. വേണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട. എന്തിനാന്ന് പോത്തിരിച്ചോട് ദേഷ്യപ്പെടുന്നേ? ഇത് ഇവിടെ ഇരിക്കട്ടെ. ഞാനില്ല ഇവിടെ. എനിക്ക് പോത്തിനോട് യാതൊരു ദേഷ്യമില്ല. ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. അല്ല, ജയിലിലിപ്പോ പഴയതും സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? നിനക്ക് പോയി കിടക്കണമെന്നുണ്ടാ? ആലോചന ഇല്ലാതില്ല. ജയിലിൽ കിടന്നിട്ടുള്ളവരാണല്ലോ വലിയ വലിയ മഹാന്മാരായിട്ടുള്ളത്. ഉദാഹരണത്തിന് ഗാന്ധി, നെഹ്റു. അത് ശരിയാ. നീയൊക്കെ ജയിലിൽ പോയി കിടന്നാലേ ജയിലിന്റെ പേര് ചീത്തയാവും. വെള്ളം കൂടി മുട്ടിച്ച പാർട്ടി അല്ലടാ നിങ്ങള്. അച്ചൂട്ടി വന്നാ പിന്നെ മണീന് 6 മുഴ നാവാ. അല്ലാത്തപ്പോ ഒരു മുങ്ങല അട്ടയെ പോലെ അട്ടപ്പാടിയിലേക്ക്. അല്ലടാ, ഞാൻ നിന്റെ ഒക്കെ തല്ലുവെള്ളം അവിടെ കിടക്കാം. മതി, നിർത്തടാ. വാടാ. അപ്പൊ പോത്തർച്ചി പോത്തർച്ചിന്റെ സൈനബാ, ഇതവിടെ എടുത്ത ഞാൻ ഗ്യാപ്പിൽ വന്ന് തിന്നോളാം. ഇത് നമ്മളൊന്നിൽ വേണം അച്ചൂട്ടി. ഈ അതോട് വെച്ചോ. ആവശ്യം ഉണ്ടാവുമ്പോ നമ്മൾ ചോദിച്ചോളാം. വേണ്ട ഹസനിക, ഇപ്പൊ കൈ കാശുണ്ട്. ഓന്റെ ഒരു കാര്യം, ജീവിതത്തിന്റെ പകുതിയും ജയിലില്ല. കാട് 6 മാസം നാട് 6 മാസം എന്ന് പറഞ്ഞ പോലെയാ. ഇതൊരു പിടികൊണ്ട് പിടിക്കും. വെള്ളം ഒഴിയടാ. മതി. എന്റെ മലദൈവങ്ങളെ, അല്ല ഞാൻ ആലോചിക്ക, 2 കൊല്ലം മുമ്പ് ജയിലിൽ വെച്ച് ഉസ്താദിനെ കണ്ടുമുട്ടില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം പട്ടിണിക്കാനെ. മതി മതി മതി, നിർത്ത. പറയുന്നു പറഞ്ഞല്ലേ പറ്റൂ. ഉസ്താദ് ജയിലിൽ പോയാ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് എന്റെ അമ്മയാ. അത് ഉസ്താദിനോടുള്ള ദേഷ്യം കൊണ്ടല്ല,
എന്നോടുള്ള സ്നേഹം കൊണ്ടാ. ഉസ്താദ് ജയിലിൽ പോയാ ഞാൻ അട്ടപ്പാടി പോവും. അങ്ങനെ ഞാൻ എന്റെ അമ്മ ഇങ്ങനെ ചെളിച്ച് കളിച്ച് മരിച്ച് അല്ലേ. ഓ മതി മതി നിർത്ത. നീ ആ ദീപം എടുത്ത് കത്തിച്ചേ. അപ്പൊ അതല്ല എടുത്തിരിക്കണേ. എടുത്ത് കത്തിച്ചൂടെ? ആ എല്ലാത്തിനും ഒരാള് കാണുന്ന വെച്ചാ ഒന്നും ഒറ്റയ്ക്ക് പറ്റില്ല. അല്ല എന്റെ സ്ഥാനത്ത് വേറെ വല്ലവരാണ് ഇതൊക്കെ ഒളിച്ചെറിഞ്ഞു പോയാലേ. എങ്കിൽ പോയിരുന്നില്ലടാ. എന്തേ പോവാത്തെ? പോയാൽ ഇതുപോലെ 3 നേരം സുഖമായിട്ട് ഞണ്ണാൻ വേറെ എവിടെ കിട്ടും അല്ലേ? എല്ലാവർക്കും കാര്യം കാണാൻ അച്ചൂട്ടി വേണം. അത് കഴിഞ്ഞാ പിന്നെ റൗഡി വാടക കൊണ്ട. ഒറ്റ പട്ടിക്ക് നന്ദിടാ നന്ദി. ഉസ്താദ് പട്ടീന്ന് വിളിച്ച് തന്നെയാണോ? അല്ലടാ, ആ കള്ള കഴിവേറി ഇട്ടിച്ചനെ ജയിലിൽ കയറി ആ നിമിഷം ഇറക്കാന്ന് പറഞ്ഞതാ തെണ്ടി. അവസാനം എന്നെ ഇറക്കാൻ ആ സേതുരാമ മുതലാളി വേണ്ടി വന്നു. അതിന് സൈന്യത്തിന്റെ കൈയും കാലും തല്ലുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നിർത്തടാ നിന്റെ ഉപദേശം. ആ അതൊക്കെ പോട്ടെ, നീ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? നിന്റെ ആ അട്ടപ്പാടി പാട്ട്. ആ പാട്ട് ഇപ്പൊ മാറണ? ആ വേണം, ഇപ്പൊ തന്നെ മാറണ? ഇപ്പൊ പാടണം. അന്ന് ഞാൻ പാടിത്തരാം. ഉസ്താദ് തടി ഞാൻ പാടാം. ഓരമ്മാമി കൊയിലൂതാണ്, ചങ്കരമ്മാമി താളടിച്ചണ്, ഇത് കണ്ടിട്ടോ താളി തൊയ്ച്ചണ തൊയ്യമ്മയ്യപ്പം താരാ, കൊച്ചിന്റെ ചെന്നെല്ലും വാട്ടി വാട്ടി വച്ച് അങ്ങനെ ഇല്ലി പട്ടിന്റെ കോട പോടണ കോട്ടങ്ങണ്ട അയ്യപ്പം താരാ, തിരാമറിന്റെ അച്ചമണനും അഞ്ഞിനെ 2 തൊയ്മാരും പെരി പെരി പറഞ്ഞാണ് അവര് ചിത്താൻ വെട്ടി കളിച്ചണതമ്മോ. പരമവി 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 എന്നെ കൊണ്ട് പാടാൻ വയ്യ. നീ പാടിയേ പറ്റൂ. ഞാനൊരു പാവം കിട്ടാതെ എനിക്ക് വയ്യ. മതി, എനിക്ക് മടുത്ത് ചവിട്ടു കൂത്തും. ഞാനിനി ഇവിടെ നിൽക്കില്ല, ഞാൻ പോവാ. എങ്കി പോടാ. സ്വന്തം തന്തയും തള്ളയും വേണമെന്ന് വെച്ചില്ലടാ എന്നെ. പിന്നെയാണോ നീ? പോടാ പുല്ലേ. ആ എന്നെ ചവിട്ടിയല്ലേ? ഓ എനിക്ക് ശ്വാസം വിടാൻ പറ്റില്ല. ഇതെന്നും പറയണ പോലെയല്ല. ഞാനിനി പഠിക്ക കാര്യത്തില്ല. ഇറങ്ങി പോടാ. എങ്ങനെ ഉസ്താദിന്റെ മുഖത്ത് നോക്കാ? ഇതുള്ള കാര്യം ഞാൻ മറന്നുപോയി. ഇനി ധൈര്യമായി. ശരാ കാത്തിരിക്കണേ. ഉസ്താദെ, ഉസ്താദെ എഴുന്നേൽക്ക്. എന്തിനുറക്കത്? എഴുന്നേൽക്കാൻ. ഇന്നലെ ഫിറ്റായപ്പോ ഞാനും ഉസ്താദ് എന്തൊക്കെയോ പറഞ്ഞു. അത് എനിക്ക് ഉസ്താദിനെ തീരെ ഓർമ്മയില്ലല്ലേ? ഇനി പഠിക്കകത്ത് കയറില്ലെന്ന് പറഞ്ഞ് ഇറങ്ങി പോയതല്ലടാ നീ. അതൊക്കെ എന്നും പറയണതല്ലേ. പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. ഇന്ന് മുതൽ ഈ കൈ കൊണ്ട് ഞാൻ ഒരു തുള്ളി മതിയാൻ തൊടില്ല, അത് ഉറപ്പാ. മണിയാ, നീ ആ കൂളിംഗ് ഗ്ലാസ് ഒന്ന് ഊരി മാറ്റിയിട്ട് ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അതവിടെ ഇരുന്നോട്ടെ. എന്തിനാ അതിന്റെ പുറത്ത് കയറണേ? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റില്ല. തകർക്കാൻ പറ്റാത്ത വിശ്വാസാ. ആ ഒരു ബീഡിങ് എടുത്ത്. അങ്ങനെ നല്ല കാര്യം ചോദിക്ക്. നമ്മളെ പോയി ഇറങ്ങണത് ആവശ്യം നേരത്ത് മഞ്ഞൾ കൂവാന്ന് പറഞ്ഞ പോലെയാ. ഉസ്താദേ, ഉസ്താദിന് കുളിക്കണ്ടേ? പിന്നെ പൈപ്പിന്റെ ഇടയ്ക്ക് എല്ലാരും വന്നിട്ടുണ്ട്. ദാക്ഷായണിയും ദേവകിയും കുഷ്ബും ഒക്കെ ഉണ്ടോടാ? പുഷ്പിന് ഉണ്ടാവില്ല. പുഷ്പ് കഴിഞ്ഞ ആഴ്ച കൊതുകിന് മരുന്നടിക്കുന്ന ആളുടെ കൂടെ ഒളിച്ചോടി പോയി. ആ ഒരു കണക്കിന് ആലോചിച്ച അതും നല്ലതാ. അവക്കെങ്കിലും ഇനി കൊതുകളി കൊള്ളാ കിടന്നുറങ്ങാമല്ലോ. പുഷ്പ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ, പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ. മനീഷ്? ആ മനീഷ ചന്ദ്ര പിന്നെ കൊയിരാളാ. ഉസ്താദ് വന്നാട്ടെ. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഉസ്താദ്. ഹലോ നഴ്സമ്മേ, സുഖാണോ? ഞാൻ വരുന്നു കേട്ടപ്പോഴേക്കും നഴ്സുമാരെയൊക്കെ നാട് കടത്തിയല്ലേ? നഴ്സുമാരെ പോകണ്ട, ഒരുപാട് വെണ്ടയ്ക്ക് വെച്ച കലം പോലെയായി. അതെ, 3-4 നല്ല പീസുകളെ കൊണ്ട് നിർത്തണം. വെള്ളരിപ്രാവുകൾ ഇവിടെ പാറി നടക്കട്ടെ. അതെ, നടക്കട്ടെ. അത് വീടിന്റെ ഒരു ഐശ്വര്യ. ആ അതെ, ഉസ്താദിനെ കൊണ്ടുവരുമ്പോ എനിക്ക് കൂടെ സൂട്ടായി ഓരോരുത്തരെ കൊണ്ടുവരണേ. ഒരു ജീവിതം വിൽക്കാനുണ്ട്. ലൈഫ് ഫോർ സെയിൽ. വേനെടുക്കണ്. വരുന്നുണ്ട് നാശം. മനുഷ്യന് ഇനി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല. മാറ് വെള്ളം എടുക്കൽ. പിന്നെ നീ നോക്കി പഠിപ്പിക്കണേ. കുടം എന്തിനാ?
എടുത്ത് മാറ്റി പറഞ്ഞാൽ വയസ്സായില്ലേ എവിടേക്കാ നോക്കണേ കാരണം നിന്റെ അപ്പ നിന്റെയാ നീ പോയി പിടി. ഞാൻ കൂട്ടല്ല അതിന് ഞാൻ പുള്ളി തുടങ്ങല്ലേ ഉസ്താദേ എന്താ സുഖം തന്നെയല്ലേ? ഒഴിക്കടാ, ഒഴിക്ക. വെള്ളമെടുക്കുന്ന പെൺകുട്ടി സുമേ, കുളിക്കുന്നോ? നമ്മുടെ ചേട്ടനെ സോപ്പ് തേക്കുമ്പോ നീ പാടടി അങ്ങനെ കിന്നരിച്ചോമെനി ചെയ്യ നമ്മുടെ കൊച്ചേട്ടാ പുറന്തേക്ക്. എന്താ നോക്കുന്നേ? മണിയാ കൊച്ചുങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ളതാ. ഞാൻ കുറച്ച് വെള്ളം എടുത്തോട്ടെ. കുട്ടികൾ വെള്ളം കൊണ്ടാ സ്കൂളിൽ പോണത്. ആ സ്കൂളിന്റെ പേരെന്താ? അറ്റ്മാഷ പേര് കൊണ്ട് പറഞ്ഞേ ഉസ്താദ് നമുക്കൊന്ന് അവിടുത്തെ പോണ്ടോ? നാണോ മനുമില്ലാത്ത വൃത്തികെട്ടവരെ. ദേവകി എന്താ പറഞ്ഞത്? ഒന്നുമില്ല, സോപ്പിന് നല്ല മണമുണ്ടെന്ന് പറയായിരുന്നു. കേട്ടിട്ടില്ലേ? വാഷിംഗ് പൗഡർ നർമ്മ, വാഷിംഗ് പൗഡർ നർമ്മ. ഉസ്താദിന് ജയിലിൽ നിന്ന് കുളിക്കാൻ കൊടുത്താ എന്താ വേണ? ദാശാണിക്കൊന്ന് മണത്ത് നോക്കണം. അതവിടെ വെച്ചിട്ട് വെള്ളം ഒഴിക്കേ. വെള്ളം ഒഴിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ മനീഷ കൊയ്യാളാ. എങ്ങനെയുണ്ട് ഉസ്താദ്? മനീഷേ മണിയാ, കൊയ്യാളിയോട് വെള്ളം എടുത്തോളൂ. മനീഷ വെള്ളം എടുത്തോളൂ. അവൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഞങ്ങൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നു. അവള് വെള്ളം എടുത്തിട്ട് നിങ്ങൾ വെള്ളം എടുത്താ മതി. എടുത്തോടി. അരി അടുപ്പത്തിട്ടാ വന്നിരിക്കുന്നത്. അങ്ങനെ ഒന്നും കഴിക്കാതെ പിണങ്ങി പോയി കാണും. അങ്ങേര് പോണേ പോട്ടടി, പിന്നെ ഞാൻ കെട്ടിക്കോളാം. നിന്റെ തോലയിൽ ഇഴറ്റി വീഴോടാ കാലമോടാ. അയ്യോ അപ്പൊ അത് മനസ്സിലായില്ലേ? ഇത് ഉസ്താദിന്റെ ഒരു നമ്പർ അല്ലേ? ഇനി എന്തൊക്കെ നമ്പർ കാണാൻ കിടക്കുന്ന എന്റെ പെങ്ങളെ. എന്താ കൊയ്യാളിക്ക് വേദനിച്ചോ? നിന്റെ ഈ കൈ ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒഴിക്കണ വെള്ളം. കുളിച്ചാട്ടെ. ഓ എത്ര